മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവ MP പ്രണീതി ഷിൻഡെയുടെ പ്രസംഗങ്ങൾ വളരെയേറെ അർത്ഥവത്തായതും ഹൃദ്യവുമാണ്. മൻരേഗ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് എടുത്തു മാറ്റുക മാത്രമല്ല, ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന ജി എന്ന പുതിയ ബില്ലുമായി എത്തിയ സംഘികളുടെ തനിനിറം തുറന്നു കാണിക്കുന്ന പ്രസംഗമായിരുന്നു പ്രണീതി ഷിൻഡെ പാർലമെന്റിൽ നടത്തിയത്. വെറും 4 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന കുറിക്ക് കൊള്ളുന്ന അവരുടെ പ്രസംഗം ആരും കേട്ടു നിന്നു പോകും. അത് നമുക്ക് പൂർണ്ണമായി മലയാളത്തിൽ കേൾക്കാം. സംഘികളുടെ തനിനിറവും വിഡ്ഢിത്തരങ്ങളും വൃത്തികേടും തുറന്നു കാട്ടുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. अध्यक्ष महोदय, मैं सरकार से पूछना चाहती हूँ, क्या ये सरकार अब योजनाओं के नाम बदलते बदलते देश का इतिहास भी बदलने लगी है? क्या अब नाम बदलना ही सुशासन है? क्या देश की गरीबी, बेरोजगारी, महंगाई से ज्यादा जरूरी हो गया है कि महापुरुषों के नाम बदले? അധ്യക്ഷൻ, ഞാൻ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാർ പദ്ധതികളുടെ പേരുകൾ മാറ്റി ചരിത്രം തന്നെ മാറ്റിമറിക്കാം എന്നുള്ള വ്യാമോഹത്തിലാണോ? ഇപ്പോൾ പേര് മാറ്റുക എന്നുള്ളതാണോ നല്ല ഭരണം എന്നുള്ളത്? രാജ്യത്തിന്റെ പട്ടിണി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവയേക്കാൾ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണോ महानमारुडे पेरु माറ്റുക എന്നുള്ളത്? महात्मा गांधी राष्ट्रीय ग्रामीण रोजगार गारंटी योजना, जिसे देश के करोड़ों गरीबों को सम्मान के साथ रोजगार दिया, आज उसके नाम से महात्मा गांधी जी का नाम हटाने की कोशिश ये सरकार कर रही है. सरकार चाहती है नाम बदल दे, पहचान बदल दे. मैं सरकार से पूछना चाहती हूँ, नाम बदलने से क्या इतिहास बदल जाएगा? രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മാന്യമായ തൊഴിൽ നൽകിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നിൽക്കാൻ ഉള്ള ശ്രമം ഈ സർക്കാർ നടത്തുകയാണ്. സർക്കാർ പേര് മാറ്റാൻ ആഗ്രഹിക്കുന്നു, വ്യക്തിത്വം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പേര് മാറ്റിയത് കൊണ്ട് ചരിത്രം മാറ്റിമറിക്കാൻ സാധിക്കുമോ? आपने इंदिरा आवास योजना से इंदिरा गांधी का नाम मिटाया. आपने राजीव गांधी ग्रामीण विद्युतीकरण योजना से राजीव गांधी का नाम मिटाया. आपने संविधान बदलने की साजिश की. आपने संविधान से जुड़े बाबा साहेब अम्बेडकर का नाम भी आप एक दिन मिटाने की साजिश करेंगे. इंदिरा आवास योजനയിൽ നിന്ന് നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റി. രാജീവ് ഗാന്ധി ഗ്രാമ വൈദ്യുതീകരണ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റി. നിങ്ങൾ ഭരണഘടന മാറ്റാനുള്ള ഗൂഢാലോചന നടത്തി. ഭരണഘടന നമുക്ക് സമ്മാനിച്ച ബാബാ സാഹേബ് അംബേദ്കറുടെ പേര് മാറ്റുന്നതിന് നിങ്ങൾ ഒരു ദിവസം ഗൂഢാലോചന നടത്തും. लेकिन देख लीजिए, ये देश का युवा चुप नहीं बैठेगा. देश में ऐसा सैलाब आएगा कि आपकी इस सत्ता की मगरूरी को कुछ क्षणों में ही बर्बाद कर देगा. महात्मा गांधी जी अध्यक्ष महोदय, जिन्होंने देश के लिए गोली खाई, जिन्होंने लाठी खाई, जेल खाई, नंगे पाव आजादी की लड़ाई लड़ाई. എന്നാൽ നോക്കിക്കൊള്ളൂ, ഈ രാജ്യത്തെ യുവജനങ്ങൾ പ്രതികരിക്കാതെ ഇരിക്കുകയില്ല. നിങ്ങളുടെ ഈ അഹങ്കാരത്തിന്റെ ചൂതുകളി നിമിഷ നേരം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു സമയം ഈ രാജ്യത്ത് വരും. മഹാത്മാഗാന്ധി രാജ്യത്തിനു വേണ്ടി വെടിയുണ്ടയേറ്റ മഹാനാണ്. രാജ്യത്തിനു വേണ്ടി ദണ്ഡനവും ജയിൽവാസവും അനുഭവിച്ചതാണ്. നഗ്നപാതനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി. आज उनका ही नाम इस सरकार के लिए एक बोझ लगने लगा है. अध्यक्ष महोदय, लेकिन सुन लीजिए, ये देश किसी पार्टी का नहीं है, किसी सरकार का नहीं है. ये देश शहीदों का देश है और शहीदों का नाम सरकारें नहीं मिटा सकती है. ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ പേര് ഈ സർക്കാരിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. എന്നാൽ കേട്ടുകൊള്ളൂ, ഈ രാജ്യം ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല, ഏതെങ്കിലും സർക്കാരിൻ്റെതല്ല. ഈ രാജ്യം രക്തസാക്ഷികളുടേതാണ്. രക്തസാക്ഷികളുടെ പേര് സർക്കാരിന് തുടച്ചു നീക്കാൻ ആവില്ല. महात्मा गांधी, पंडित नेहरू, इंदिरा गांधी, राजीव गांधी, डॉक्टर अंबेडकर जी, ये केवल नाम नहीं है, देश की आत्मा है. ये हमारी आत्मा है. अध्यक्ष महोदय, जब नाश मनुष्य पर छाता है, पहले विवेक मर जाता है. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഡോക്ടർ അംബേദ്കർ ഇവർ വെറും പേരുകളല്ല, രാജ്യത്തിന്റെ ആത്മാവാണ്, നമ്മുടെ ആത്മാവാണ്. നശീകരണം മനുഷ്യന്റെ മുകളിൽ കരിനിഴൽ വീഴ്ത്തുമ്പോൾ അവന്റെ വിവേകം മരിക്കുന്നു. अध्यक्ष महोदय, PM मोदी ने
पीएम मोदी जी ने एक बार इसी सदन में मनरेगा को बदनाम करते हुए इसे गड्ढे खोदने वाली योजना बताया गया था, जिसे आजीविका बनाए रखना और ग्रामीण गरीबी से लड़ने के लिए बनाए गए इस ऐतिहासिक अधिकार आधारित योजना और कानून के महत्व के बारे में इनकी सीमित सोच जो है वो पता चलती है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തവണ ഈ സഭയിൽ മൻരേഗ പദ്ധതിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി പറഞ്ഞത് ഇത് ശവക്കുഴി തോണ്ടുന്ന പദ്ധതിയാണെന്നാണ്. ഗ്രാമീണ ജനതയുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയും അവർക്ക് ശക്തി നൽകുന്നതിനു വേണ്ടിയും ഉണ്ടാക്കിയ ഐതിഹാസികമായ ഈ പദ്ധതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നീചമായ ചിന്താഗതിയാണ് അത് കാണിക്കുന്നത്. अध्यक्ष महोदय, गरीबों के खिलाफ मोदी सरकार ने बजट में कटौती की। ये योजना 1 लाख करोड़ योजना जो की योजना थी, आज से 86,000 करोड़ रुपए पे लाई है। अध्यक्ष महोदय, मैं अभिमान के साथ कहना चाहती हूँ कि इस योजना का जन्म महाराष्ट्र में हुआ। नरेगा योजना एम्प्लॉयमेंट गारंटी स्कीम के नाम से ये जानी जाती महाराष्ट्र में। മോദി സർക്കാർ പാവപ്പെട്ടവർക്ക് എതിരായി ബഡ്ജറ്റിൽ വെട്ടിക്കുറവ് നടത്തി. 1 ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതിയിൽ ഇതുവരെ 86,000 കോടി രൂപ പാഴാക്കി കളഞ്ഞു. ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ പദ്ധതി ജന്മം കൊണ്ടത് മഹാരാഷ്ട്രയിലാണ് എന്ന്. എൻരേഗ എന്ന പേരിലാണ് ഇത് മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത്. कोविड में इसी योजना ने किसानों को की रीढ़ की हड्डी बन के किसानों को आधार दिया। इस कानून ने महाराष्ट्र मॉडल को पूरे देश में लागू किया और ग्रामीण परिवारों को 100 दिनों की मजदूरी दी। കോവിഡിന്റെ സമയത്ത് കടക്കണിയിലായ കർഷകർക്ക് ഈ പദ്ധതിയുടെ കീഴിലാണ് ആശ്വാസം നൽകിയത്. ഈ നിയമം മഹാരാഷ്ട്ര മോഡലിനെ രാജ്യം എമ്പാടും നടപ്പിലാക്കി. അങ്ങനെ പാവപ്പെട്ട ഗ്രാമീണ കുടുംബങ്ങളിലെ ആളുകൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകി. लेकिन आज सर स्टेट्स को 60-40 प्रोपोर्शन में ये रेशियो दे रहे हैं। सर इसका मतलब ये है कि जहाँ पे इनकी सरकार है ये तय करेगी कि योजना कब लागू होगी, कितने दिन लागू होने वाली है और कितने इलाकों में लागू होने वाली है। और जहाँ पे इनकी सरकार नहीं है, ये जो 40 का हिस्सा है वो 60 का हिस्सा है, वो सर ये वो इनको नहीं देंगी। धन्यवाद महोदय। എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങൾക്ക് ഇതിലുള്ള വിഹിതത്തിന് 60-40 എന്ന റേഷ്യോ നൽകി. അതിന്റെ അർത്ഥം ഇവരുടെ സർക്കാർ ഉള്ളയിടത്ത് അവർ തീരുമാനിക്കും ഇത് എവിടെ നടത്തണം, എങ്ങനെ നടത്തണം, എത്ര ലക്ഷം പാഴാക്കി കളയണം എന്നൊക്കെ. ഇവരുടെ സർക്കാർ ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ 40% എന്ന് പറയുന്നത് വലിയ ബാധ്യതയായി മാറും. അതുപോലെ 60% അവർക്ക് നൽകുകയില്ല. ये बुनियाद के बिना इमारत बनाना चाहते हैं। सर मैं अंत में इतना ही कहना चाहती हूँ, सर आई एम कंक्लूडिंग कि मैं सोच रही थी कि गांधी जी का नाम इस योजना के साथ नहीं जुड़ रहे हैं। अच्छा हो रहा है क्योंकि गांधी जी का नाम कमजोर योजना के साथ नहीं जुड़ा जा सकता है। गांधी जी मजबूती के प्रतीक है। और ഇവർ അടിത്തറയില്ലാതെ കെട്ടിടം പണിയാൻ ശ്രമിക്കുകയാണ്. തുടർച്ചയായി അവരെ തടസ്സപ്പെടുത്തുകയാണ്, മൈക്ക് ഓഫ് ചെയ്യുകയാണ്. അവസാനമായി ഞാൻ ഇതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഗാന്ധിജിയുടെ പേര് ഇതിൽ ചേർക്കാത്തത് നല്ല കാര്യമായി. കാരണം ഇത്ര ദുർബലമായ പദ്ധതിയിൽ ഗാന്ധിജിയുടെ പേര് ചേർക്കുന്നത് ഉചിതമല്ല. ഗാന്ധിജി ശക്തിയുടെ പ്രതീകമാണ്. സംഘികൾക്ക് അവരുടെ പ്രസംഗം ശരിക്കും കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് തുടർച്ചയായി അവർ ശബ്ദമുയർത്തുന്നതും സ്പീക്കർ ഇവരെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ തെരുതെരെ തടസ്സപ്പെടുത്തുന്നതും മൈക്ക് ഓഫ് ചെയ്യുന്നതും. അവർ 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ സംഘികൾക്ക് ചൊറിയാൻ തുടങ്ങി. ഏതായാലും അവർ പറയാൻ ഉദ്ദേശിച്ചത് ഏതാണ്ട് മുഴുവനായി തന്നെ പറഞ്ഞു. കൃത്യമായ ശക്തമായ ഭാഷയിലൂടെ സംഘികളുടെ തനിനിറം പുറത്തു കാണിച്ചു. ഏതായാലും പ്രണീതി ഷിൻഡെയുടെ ഈ പ്രസംഗത്തെ അഭിനന്ദിച്ചേ മതിയാവൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?